വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഞങ്ങൾ എല്ലാവരും ഡബിൾ ഹാപ്പിയാണ്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് 300ന്റെ നിറവിൽ എന്ന് വേണം പറയാനായിട്ട്. 300 എപ്പിസോഡ്സ് നമ്മൾ ഇതിനോടകം ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്. കാരണം കമാർ പടാറും സ്റ്റാർ മാജിക്കും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 500 എപ്പിസോഡ്സിലേക്ക് നമ്മളിതാ ഹിറ്റ് ചെയ്യാണ്. സ്റ്റാർ മാജിക്ക് മാത്രം 300 എപ്പിസോഡ്സ് നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ഷോ ഇത്രയും വർഷങ്ങൾ വളരെ വൺ റേറ്റിംഗോട് കൂടി മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഓണർ ഫോർ us അല്ലേ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഈ ഒരു അംഗീകാരം, ഈ ഒരു ക്രെഡിറ്റ്സ് ഞങ്ങളെക്കാൾ ഉപരി നിങ്ങൾക്കുള്ളതാണ്. കാരണം നിങ്ങളാണ് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. സോ 500ാമത്തെ ഠമാർ പടാർ പ്ലസ് സ്റ്റാർ മാജിക്കിന്റെ ഒരു കൊട്ടിക്കലാശം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അത് ഓൺ ദ വേ ആണ്. മടിയുടെ വരെ എത്തിയിട്ടുണ്ട്. സന്തോഷത്തിലാണോ? കയ്യും സാധ്യട്ടെ മുണ്ടക്കൽ ശേഖരന്റെ വീട്ടിൽ വന്നു ഞാൻ മുണ്ടക്കൽ ശേഖരനാണ് കയ്യില്ലാതെ അനൗൺസ് ചെയ്യണത്. അല്ലെങ്കിൽ നല്ല എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇങ്ങനെ മാട്ട കൗണ്ടേഴ്സ് അടിക്കേണ്ട ചേട്ടന്റെ ഒരു ശീല ആണോ? അപ്പൊ ഇത് നല്ല അടിപൊളിയാന്നാണ് പറഞ്ഞു. ഈ കോസ്റ്റ്യൂം എന്താണ് കുഴപ്പം? സൂപ്പർ കോസ്റ്റ്യൂമാണ് സത്യം. ഒരു ചിറക് നഷ്ടപ്പെട്ട മാലാഖയെ പോലും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ശരിക്കും നമ്മൾ 500 എപ്പിസോഡ്സിന്റെ ഒരു ബിഗ് ഈവന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് സർപ്രൈസിംഗ് എലിമെന്റ്സ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഒഫീഷ്യലി നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. അപ്പോഴേ എക്സാം ഡേയ്സ് ഇതാ ഇങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കും. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ ബോർഡ് എക്സാംസ് ഒക്കെ ആവാനായിട്ട്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബെസ്റ്റ് ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ കുട്ടികൾക്കായിട്ട് ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ട് അതായത് ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കംപ്ലീറ്റ് സിലബസ് റിവൈസ് ചെയ്യാനായിട്ട് ഓരോ ചാപ്റ്റർ വൈസും നിങ്ങൾക്ക് വീഡിയോസ് രൂപത്തിൽ, അതായത് ഒരു ആനിമേറ്റഡ് വിഷ്വൽ രൂപത്തിലാണ് 90+ മൈ ട്യൂഷൻ ആപ്പിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അത് മാത്രമല്ല, എക്സാമിനോടനുബന്ധിച്ചിട്ട് 50% ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് 90+ മൈ ട്യൂഷൻ ആപ്പ് ലഭിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മളുടെ കൂടെ ഒരു കിക്കിടലൻ ഗസ്റ്റ് ആയിരുന്നു അല്ലേ. ഒരു അടാറ് കട്ടു നമ്മുടെ കൂടെ ജെല്ലി എന്ന രീതിയിലുള്ള ഒരു ഫാമിലി മെമ്പർ ആയിരുന്ന ഒരു ഗസ്റ്റ് ആയിരുന്നു. സോ ഇന്നും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. സോ നമ്മുടെ സ്വന്തം ഫിഷ്. ആ സാധനം എന്താണെന്നറിയാം, അവന്റെ തലയിലുള്ള എല്ലാ കോമഡി അങ്ങ് തട്ടിക്കളഞ്ഞതാണ്. പുറത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. എനിക്ക് വേറെ സംഭവമുണ്ട്. വിഷു അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴല്ലോ എനിക്ക് തോന്നുന്നു ഈ അർജന്റീനയുടെ ഗോളിയൊക്കെ പോലെ എന്താ കളർഫുൾ ആയിട്ട് അല്ല. ഈ ഞാനേ സാധാരണ ഇത്രയും കളർ ഈ അടുത്ത കാലത്ത് ഇടാറില്ല. ഇവിടെ വരുമ്പോ ഇത്രയെങ്കിലും കളറില്ലാണ്ട് പിടിച്ചേക്കാൻ പറ്റൂല മോനെ അല്ലേ. പക്ഷെ ലക്ഷ്മിയുടെ സാരി നന്നായിട്ട് ലക്ഷ്മി ഇത് പറയുന്നത് നോക്കിയിട്ടേ, നമ്മുടെ അലുമിനിയം റൂഫിംഗ് ഷീറ്റ് ഇല്ലേ, നോക്കിയേ സൈഡിൽ നോക്കിയേ. ഇതൊരു ടെറസിൽ ഉണങ്ങാൻ ആറിയിട്ട് കഴിഞ്ഞാല് അല്ല എനിക്ക് ഇത് ഇപ്പോഴേ പറ്റുള്ളൂ. ഞാൻ വീട്ടിൽ പോയിട്ട് ലക്ഷ്മിയുടെ സാരി അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞോട്ടെ, സന്തോഷം കണ്ടേ. ഞാന് പല പരിപാടികളുടെയും ഈ 1000, 500, 555, 350 ഉണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഈ തമാശ പരിപാടികൾ അല്ലെങ്കിൽ ഫൺ ജനറേറ്റ് ചെയ്യുന്ന പരിപാടികൾ ഇങ്ങനെ ഇപ്പം 100, 150 ഒക്കെ കഴിയുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അത് ഉണ്ടാക്കുന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് അതിന്റെ പാട് വളരെ കൃത്യമായിട്ട് അറിയാം. സാധാരണ ഒരു തമാശ പരിപാടിയിൽ തമാശ ചീഞ്ഞാൽ അത് പരിപാടിയെ ബാധിക്കും. ഈ പരിപാടിയിൽ മാത്രമാണ് ചീഞ്ഞാലും പരിപാടിക്ക് എല്ലാം നല്ലതെന്നല്ല, എല്ലാം നല്ലത് പറയണമെന്ന് നിർബന്ധം ഇല്ലാത്തൊരു പരിപാടി എന്നെ വേണം. നല്ലത് മാത്രമേ പറയാവുള്ളൂ. നമ്മൾ വിളിച്ചത് ചേട്ടനോ ചേട്ടൻ, അതായത് ചരിത്രം പറഞ്ഞു കൊടുത്തേ. തങ്കച്ചൻ ഫീൽഡിൽ വരുമ്പം തിക്കുറിശി ബാലതാരമാണ്.
അല്ല ഇല്ല നല്ലതാണ്. അത് തിരക്കിപ്പെട്ടു പോയി. തങ്കു, ഞങ്ങളുടെ ഈ കോമഡിയുടെ വളർച്ചയുടെ കാരണം ചീഞ്ഞ കോമഡി അങ്ങ് ഇട്ട് വളമായിട്ട് കൊടുക്കും. വളമായിട്ട് പോകും. അതുകൊണ്ട് നല്ല കോമഡി വളരും. അതായത് രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു പരിപാടി ഓർഗാനിക്. നമ്മള് പറയുന്ന പോലെ ശരിക്കും അതായത് നമ്മൾ 300 എപ്പിസോഡ്സ് ക്രോസ് ചെയ്തു നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ സെലിബ്രേഷൻ കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നിർത്താം. ഗ്രാൻഡ് ആകണേ എന്തെങ്കിലും കുറച്ചുകൂടെ സാധനങ്ങൾ വേണം. ഓക്കെ, ഏതെല്ലാം ഒരു ഗസ്റ്റിനെയും കൂടെ നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് സ്റ്റാർ മാജിക്കിന്റെ സെലിബ്രേഷൻ മൂഡിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാണ്. ശരിക്കും ഈ ഒരു ഗസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഈ ഗസ്റ്റിന്റെ ഡാൻസ് ആണോ അഭിനയമാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. അതിനുള്ള ഒരു വഴി ഈ പറഞ്ഞ ആള് ഇതൊരു ആക്ട്രസ് ആണ്. ആക്ട്രസ് ആണ്. ഓക്കെ, അശ്വമേധം കളിക്കാം. അശ്വമേധം കളിക്കാം. ഇന്ത്യൻ ഇന്ത്യൻ ഞാനല്ലേ ചോദിക്കേണ്ടത്. ഇന്ത്യൻ, കേരളീയൻ, മികച്ച നടി, മികച്ച നർത്തകി, മലയാളി, ഒരു സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ. എന്നാ പേര് പറഞ്ഞോട്ടെ, നവ്യ നായർ. എങ്ങനെ അപ്പോ സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ആക്ട്രസ് നവ്യ നായർ. ఆనే కామనైన మగానే ప్రేమించిన అమ్మాయి మోసగించి వెళ్ళిందని బాధపడోనే కామనైన మగానే ప్రేమించిన అమ్మాయి మోసగించి వెళ్ళిందని బాధపడోనే నే రోజు నీకనే తెగ తపనే పడితేనే నువ్వు చూడకుండా పోతే అలా కుంగిపోతినే లలనా నీ బుగ్గ టమోటా ఎరుపు రమణి నా కళ్ళు తోటాసా నలుపు అయినా నా మీద నీకెందుకు ఉడుకు ఊళ్ళో అడిగి చూడు నీ మావే నీకు ഇന്ന് നവ്യ നായർക്ക് ശാപമോഷം കിട്ടിയ ദിവസമാണ്. കഴിഞ്ഞ കുറെ നാളായിട്ട് ഏത് പരിപാടിക്ക് നവ്യ നായർ എന്തൊരുങ്ങിയിട്ടാണ്ട് വന്നാലും കാർമുകിൽ ഇന്നാണ് ഞാനത് പറയാൻ വരായിരുന്നു. അല്ലെങ്കിൽ സാധാരണ മൗലിയിൽ മയിൽപ്പീലി ചാർത്ത് ചേച്ചി എവിടെ നിന്നിട്ട് അല്ല ഞാൻ ഇറങ്ങാറായോ കാരണം എന്റെ പാട്ടല്ല ഞാൻ ഈ ഊലാലായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതാണോ ഇതെനിക്കാണോ അത് ജുബ്ബ ഇട്ടിട്ട് ടൈ കെട്ടിയ ഒരു ഫീലിംഗ് ബന്ധമില്ലാത്ത രീതിയിൽ എനിക്ക് ആദ്യമായിട്ടാണ് ആ സ്റ്റെയറിന്ന് ഒരാളിങ്ങനെ ചാടി ഓടി ഇമ്പാക്ട് ആയിരുന്നു. ഡിസ്കോ ശാന്തി തമ്പുരു പിടിച്ചോണ്ട് വരുന്ന നല്ല നർത്തകയാണ്. ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിച്ചിട്ട് എവിടെ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്പ് അനുവിന്റെ സ്റ്റെപ്പ് കണ്ട് കളിക്കുന്നു. നന്ദനത്തിന്റെ പാട്ട് അല്ലാത്തോണ്ടായിരുന്നു ഇത്. ഞാന് കുറച്ചൊരു 5 മിനിറ്റ് ഇവിടെ പിഷുവിന്റെ ഇൻട്രൊഡക്ഷന്റെ സമയത്ത് അവിടെ ഇരുന്നപ്പോ ഞാൻ വിജയിച്ചു പെട്ടു. എന്റെ ഒരു ഫീലിംഗ് പണ്ട് ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഈ പിന്നീട് വന്നപ്പോ എനിക്ക് തോന്നിയത്. പെട്ടു മോനെ ഈശ്വര, ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ എന്ത് കൗണ്ടർ പറയും ഇവരോടൊക്കെ. ഫുൾ കൗണ്ടറിന്റെ ആൾ അവിടെ ഞാൻ ഒരാൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവര് ആർമിയാണ്, ഇവര് നിൽക്കുക, ഒരു സംഘം നിൽക്കുകയാണ്. അതിന്റെ ഒരു പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഇവര് 7-8 ഇവര് എല്ലാരും കൂടെ പറഞ്ഞ് കയറ്റിക്കൊണ്ടിരിക്കുമ്പോ നെൽസൺ ചേട്ടൻ ഒരെണ്ണം പറയും. അപ്പൊ അത് പിന്നെ താഴെ വരും. അങ്ങനെയാണ് വരുന്നത്. നവ്യ നായർ ഭയങ്കര ഡാൻസറാണ്. അതിന് 4-4 സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അതിന്റെ കണ്ടു. അത് എന്തായിരുന്നു ചെളിക്കുത്ത് മാങ്ങമറി അതൊക്കെ തന്നെ. അപ്പൊ അനു ചോദിക്കണം പല്ലവിയിലാണോ അനുപല്ലവിയിലാണോ ഒന്ന്? അയ്യോ ഉല്ലാല ഒന്നും കൂടി പക്ഷാഭേദം കാണിച്ചില്ല. ലക്ഷ്മിക്കും കൊടുത്തു,
പകുതി. പബ്ലിക്കും കൊടുത്ത പകുതി. രണ്ട് സൈഡിലേക്ക് കഴിഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നത് വോട്ട് സാരമില്ല എന്ന്. അതായത് മറ്റേ ചെണ്ട കൊട്ടുന്ന കുരങ്ങന്റെ ബാറ്ററി തീരാറുമ്പോൾ സ്റ്റെപ്പ് തെറ്റത്തില്ല, അതുപോലത്തെ ചില പ്രത്യേക സാധനമൊക്കെ ഇടയ്ക്ക് രണ്ടും കുത്തുന്നുണ്ട്. കുഴപ്പമില്ല മോളെ. ദൈവമേ, നിങ്ങളൊക്കെ സമ്മതിച്ചോട്ടെ ഇതിന്റെ ഇടയിൽ നിക്കണത്തിന് പാടാ. അപ്പോ നവചേതാ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിലേക്ക്, സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലേക്ക് നമ്മളിതാ വെൽക്കം ചെയ്യാണ്. പറയൂ, എന്തൊക്കെയാണ് ശരിക്കും ഫ്ലവേഴ്സ്? നവ്യ ഇപ്പൊ മനസ്സിൽ പറയുന്നത് എന്താ അറിയോ? ഒരു പാഴ് മോഹം എന്റെ പൊട്ട മനസ്സിൽ ഞാൻ ഓടി ഇങ്ങോട്ടാണല്ലോ. എന്തിനായിരുന്നു എന്നെ കൊണ്ടുവന്നിങ്ങനെ വെട്ടത്ത് നിന്ന് ചിരിക്കും. എനിക്ക് കാണണ്ടേ ഞാൻ എന്തെങ്കിലും പറയേണ്ടി വരുമോന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാരും മിണ്ടരുത്. അല്ല അല്ല പറഞ്ഞു, എന്തേലും പറഞ്ഞു. നമ്മളെല്ലാം മിണ്ടാകുന്ന ചിലപ്പോ നെൽസൺ ചേട്ടൻ എന്തേലും പറയും. പക്ഷെ നെൽസൺ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഈ കള്ളുകുടിയനായിട്ട് അഭിനയിക്കുന്ന ആ ക്യാരക്ടർ വേറെ ആര് പെർഫോം ചെയ്യുന്നതിനെക്കാട്ടില്ല അച്ഛൻ എപ്പോഴും പറയും ഇദ്ദേഹം പെർഫോം ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ടൊരു കള്ളുകുടിയനെ കാണാൻ പറ്റിയിട്ടില്ല. ഇത് ഒരുപാട് പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുള്ളതാണെങ്കിലും ആ ഒരു കടിക്കുന്ന ഒരു സാധനങ്ങളില്ല കീർന്ന് കാക്കണേ ഒരിത്തിരെങ്കിലും പെർഫോം ചെയ്ത് കാണുന്ന എനിക്കൊരു ആഗ്രഹമുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് 2 അടിച്ചത് ഇപ്പൊ ഗുണം ചെയ്തില്ലേ മോനെ? മൈക്ക് വേണ്ട, മൈക്ക് വേണ്ട. അത് നീ ഒന്ന് തീരുമാനിച്ചു. ചേട്ടൻ തീരുമാനിച്ചു. ആ, പിന്നെ എന്ത്? ഞാൻ മൈക്കിൽ നിന്നും പറഞ്ഞ് ഹേയ്, വീഴ. അവസരം കേട്ടോ. നമ്മള് ഇതേതല്ലേ ഇത്? ആ, എന്ത് മനസ്സിലായി? ഓ അടിപൊളി അടിപൊളി. താങ്ക് യു. ഒരു നിമിഷം പുള്ളി ആഗ്രഹിച്ച് ഞാൻ എന്ത് പറയുമെന്ന് ഓർത്തിരുന്നപ്പോഴാ അടിപൊളി എന്ന് പറഞ്ഞത്. ശരി, അപ്പൊ നവചേച്ചി പുതിയ വിശേഷങ്ങൾ പറയൂ. പുതിയ വിശേഷം, ഞാൻ ഒരു 8 കൊല്ലത്തിന് ശേഷം ഒരു സിനിമ ചെയ്യുന്നുണ്ട് മലയാളത്തിലേക്ക് തിരിച്ചു. കംബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സിനിമയുടെ പേര് ഒരുത്തി എന്നാണ്. ഞാൻ നേരത്തെ തമ്പാക്കെന്നാണ് കേട്ടത്. തമ്പാക്കെന്നില്ല, അത് കംബാക്ക് എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെയുള്ള സിനിമ സിനിമയുടെ പേര് കംബാക്ക്. കുറച്ച് കഴിഞ്ഞാൽ വന്ന് കൈ നീട്ടിയാനെ തമ്പാക്കിന് വേണ്ടിട്ട്. അപ്പൊ അതിന് ഒരുത്തി VK പ്രകാശാണ് സംവിധായകൻ. ബെൻസി പ്രൊഡക്ഷൻസ് ആണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. നമ്മുടെ വിനായകൻ ഒരു ശക്തമായ പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഞാനൊരു ബോട്ടിലെ കണ്ടക്ടറായിട്ടാണ് ക്യാരക്ടർ. ഒരു സാധാരണ വീട്ടമ്മയുടെ ജീവിതത്തിൽ നടക്കുന്ന 3 ദിവസമാണ് സിനിമ. ഒരു ത്രില്ലറാണ് സിനിമ. ഇനി ക്ലൈമാക്സ് കൂടെ അത് തിയേറ്ററിൽ പോയി കണ്ടോളൂ. ശരിക്കും ഫ്ലവേഴ്സിലെ ആദ്യത്തെ എൻട്രി അല്ലേ? ഫ്ലവേഴ്സ് TVയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലും ആദ്യമായിട്ടാണ് വരുന്നത്. ഫ്ലോർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും ഹ്യൂജ് ഒരു സ്ക്രീനൊക്കെ ഞാൻ സാധാരണ നോർത്ത് ഇന്ത്യൻ ഷോസിലാണ് ഇത്രയും വലിയൊരു സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ഇത്രയും വലിയ കാണുന്നത്. അപ്പോൾ വളരെ സന്തോഷമാണ്. ഐ ആം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. നോർത്തിലൊക്കെ വലിയ ഷോയ്ക്ക് ആയിരിക്കും, പക്ഷെ നമ്മളിവിടെ വെറും ബലൂൺ പൊട്ടിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇതുപോലത്തെ. അത് കൊള്ളാറില്ലേ? അപ്പോ ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നവചേച്ചി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഞങ്ങളും പ്രതീക്ഷിക്കേണ്ടത്, നമ്മുടെ പ്രേക്ഷകരും പ്രതീക്ഷിക്കേണ്ടത്. തങ്കച്ചനും പ്രതീക്ഷിക്കുന്നുണ്ട്. തങ്കച്ചനും പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, ഞാനും പ്രതീക്ഷിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് പാട്ട് പാടാം. അപ്പം കൂടെ എല്ലാരും പാടില്ലേ? ഓക്കെ. ഇംഗ്ലീഷാണോ? അല്ല, എന്റെ മോനെ കൊണ്ടുവരണായിരുന്നു. ഇംഗ്ലീഷേ പാടുള്ളവൻ. നിങ്ങൾ ഇംഗ്ലീഷാ പാടാറ്? ഇംഗ്ലീഷ് ആണെങ്കിൽ പറ്റൂല. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയെന്ന്. അടിപൊളി. ഓർക്കസ്ട്ര ഉണ്ട്, പിച്ച് ഔട്ട് ഓർക്കസ്ട്ര. ഇച്ചിരി വായിച്ചോളൂ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ
ആണ് കേട്ടോ നവ്യ ചേച്ചി. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈവൻ മോന്റെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും വരെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ എത്ര ഒരു നല്ല ഇൻസ്റ്റഗ്രാമറോ സോഷ്യൽ മീഡിയ പേഴ്സണോ അല്ല, എന്നെ ഈ നമ്മുടെ കൂടെയുള്ള കുട്ടികളെയൊക്കെ തന്നെയാണ് ഓരോന്നൊക്കെ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതിലെങ്ങനെ ബൂമറാങ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഉള്ളൊരു ആവേശം കൊണ്ട് ഒരു 3-4 ഒരുമിച്ച് അങ്ങോട്ട് ബൂമറാങ് ഒക്കെ ചെയ്തു വിടും ഞാൻ ഒരു ദിവസം. പക്ഷെ പിന്നെ അത് ഞാൻ മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചു തരുന്നതാണ് എന്ന് വിചാരിച്ചോണം. സ്വയം ഒരു ലക്കി ചാം അല്ലെങ്കിൽ ലക്ക് ഫാക്ടർ ഭയങ്കരമായിട്ടുള്ള ഒരാളെ ആദ്യത്തെ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ഒരു അഭിനേത്രി എന്നതിലുപരിയായിട്ട് വീട്ടിലൊരു കുട്ടിയായിട്ടാണ് ചേച്ചി എല്ലാവരും കണ്ടിട്ടുള്ളത്. ഒരു കലാതിലകമായിട്ട് വന്നു. സോ ആ ഒരു ലൈഫ് ജേർണിയെ പറ്റി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ എന്താ പറയാനുള്ളത്? സ്റ്റാർ മാജിക് മാത്രമേ കാണാനുള്ളത്. തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് അതിന്റെ കൂടെ കാണുന്നു. എനിക്ക് സന്തോഷമാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നതിൽ. എനിക്ക് സ്റ്റാർ മാജിക് ഒന്ന് ആഘോഷിക്കാൻ സമയം. എത്ര വയസ്സായിരുന്നു നന്ദനം? ഞാൻ സിനിമയിൽ വരുമ്പോ 15 വയസ്സ്, ഇഷ്ടം ചെയ്യുമ്പോ 15 വയസ്സ്, അന്ന് ലക്ഷ്മി കല്യാണം കഴിക്കുമ്പോ 24 വയസ്സ്, ഇപ്പൊ 35 വയസ്സ്. പ്രായത്തിന്റെ കുറവായിരിക്കും. 1ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ് അല്ലേ? ഇത് ഞാൻ സ്ഥിരം എന്നെ കൊണ്ട് ഒരു പറയിപ്പിക്കണതാണ്. അപ്പൊ ഒരു കലാതിലകമായിട്ട് വന്നിട്ട് നന്ദനത്തിലേക്ക് വന്നു. ആ സിനിമ കണ്ടിട്ട് ഫസ്റ്റ് സിനിമ ഇഷ്ടമാണ്. സിബി മലയിൽ സംവിധാനം ചെയ്ത ദിലീപേട്ടൻ നായകൻ. ഈ നന്ദനം ചെയ്തപ്പോ, അതായത് ഇത് കണ്ടപ്പോ ഒരാളുടെ കണ്ണ് വരെ അറിയാണ്ടിരുന്നിട്ടുണ്ടാവില്ല. അതിൽ ആ ഒരു ഡയലോഗ് ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നേരിട്ട് ഇത്രയും തൊട്ടടുത്ത് നിൽക്കുമ്പോ എങ്ങനെയായിരുന്നു ആ ഒരു സീക്വൻസ് അത്രയും മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റിയേ? അതായത് ലാസ്റ്റ് അവരുടെ അടുത്ത് ഞാൻ ഒന്നേ കണ്ടുള്ളൂ എന്നുള്ള രീതി. ഞാനേ കണ്ടുള്ളൂ. അത് ശരിക്കും ഇപ്പൊ ഈ പറയുന്ന പോലത്തെ ഇമോഷനിലല്ല, നമുക്ക് ഷൂട്ടിൻ്റെതായ തിരക്കിലാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് അവിടെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡയലോഗൊക്കെ രഞ്ജിയേട്ടൻ വന്ന് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പൊ ആരും കാണാതെ, ഞങ്ങൾ രണ്ടുപേരും ആർക്കും അറിയില്ലല്ലോ, എന്നെ അറിയില്ല, പൃഥ്വിരാജ്, നമ്മൾ രണ്ടുപേരും ന്യൂ കമേഴ്സ് ആണ്. അപ്പൊ ആർക്കും അറിയില്ല. അപ്പൊ ക്യാമറ ഒക്കെ ഇങ്ങനെ എവിടെയോ വെച്ചിട്ട് പൊയ്ക്കോ ഓടിപ്പോയിക്കോ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൈ പിടിച്ച് ഇങ്ങനെ ഓടിപ്പോവും. അവിടെ നിൽക്കും, എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും. അപ്പൊ ഞങ്ങൾ നോക്കുകയാണ് എന്താ ഡയലോഗ് എന്ന് അറിയില്ല. എനിക്കും അറിയില്ല, രാജു ചേട്ടനും അറിയില്ല എന്താ പറയണ്ടേന്ന്. അപ്പോൾ രഞ്ജിയേട്ടൻ്റെ അടുത്തുണ്ട്, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, മനുവേട്ടായതെന്ന്. ഇതാണ് ശരിക്കും സംഭവം. പിന്നെ ആ സിനിമ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ക്യാരക്ടറിൽ ഇങ്ങനെ കിടക്കല്ലേ. അപ്പൊ അങ്ങനെ വന്ന് ശരിക്കും വായ കൊണ്ട് മൊഴിയായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നു പോയൊരു ഡയലോഗാണ്. പിന്നെ സിനിമയൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നി സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ഒരു പ്രോമിനൻസിലേക്ക് വന്നപ്പോഴാണ് ഈ ഡയലോഗും ഇതൊക്കെ ഇത്ര വലിയ ഹിറ്റായത്. എനിക്ക് തോന്നുന്നു നന്ദനം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. സിനിമ റിലീസാകുമ്പോൾ ചിലപ്പോൾ സിനിമ ഓടിയില്ലെങ്കിൽ അതും എന്റെ ഫോട്ടോ ഇട്ടിട്ട് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രം പൊട്ടിയ സിനിമയ്ക്കൊക്കെ ഉണ്ടാവും. സിറ്റുവേഷൻ പറഞ്ഞിരുന്നില്ലല്ലോ, അങ്ങനെ കരയണമെന്നൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. ഇല്ല, അതിൽ ഞാൻ അങ്ങനെ കരയുന്നൊന്നും ഇല്ലല്ലോ. അല്ല ആ സിറ്റുവേഷൻ, ആ സംഭവം നമ്മളാണെങ്കിൽ ചിലപ്പോ ചിരിച്ചിട്ടൊക്കെ പറഞ്ഞോളാം. അതുകൊണ്ടാ നീ നീ ഇപ്പോഴും അശോകനെ ചെയ്തും ചിരിച്ചോണ്ട് പറയുന്നു ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. മാസം കൊണ്ട് ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് അഭിനയിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്തായാലും അങ്ങനെ അഭിനയിക്കും. എന്റെ കാര്യം ഞാൻ പറയാം, ഞാൻ അഭിനയിക്കുമ്പോ ഈ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന് പറയുന്ന പാട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അതിലൊരു മാവ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിറയെ മാങ്ങയുള്ള സമയമായിരുന്നു. അപ്പൊ ഈ ഷോട്ടിന്റെ ബ്രേക്കിൽ ഈ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഉപ്പും മുളകും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. സിബിയങ്കിളാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. സിബിമലയിലാണ് ആ സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സിബിയങ്കിളായിരുന്നു രഞ്ജിയേട്ടന്റെ ഫ്രണ്ട്. അപ്പൊ അഴകമ്പജേട്ടനാണ് ക്യാമറ. അപ്പൊ അതിനിടയിൽ എന്നെ വിളിക്കും. എനിക്ക് പറഞ്ഞൊരു 16 വയസ്സിൻ്റെതായ ഒരു പക്വതയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഷോർട്ട് റെഡി. അപ്പൊ ഞാനിത് മേക്കപ്പ് ചെയ്യുന്ന അസിസ്റ്റന്റിൽ ടച്ചപ്പ് ചെയ്യുന്ന അവരുടെ കൊടുത്തിട്ട് കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇമോഷണൽ സീക്വൻസ് ആണ്. പക്ഷെ എന്തോ ഒരു ഈശ്വരന്റെ അനുഗ്രഹം പോലും നമുക്കറിയാം ഈ സീൻ ഇതാണെന്ന് അറിയാം. പിന്നെ പാട്ട് ചിത്രചേച്ചി എങ്ങനെ പാടി തകർത്ത് വെച്ചേക്കല്ലേ, എനിക്കധികം ഒന്നും അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. എന്തായാലും ഈശ്വരന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ ഇത്രയും അടുത്ത് കണ്ട ആ ഒരു നിമിഷം നമ്മൾ എന്തായാലും അത് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാനേ കണ്ടുള്ളൂ എന്നുള്ളത് ഒന്ന് എനാക്ട് ചെയ്തൊന്ന് കാണിച്ചു തരുമോ? ഈ കോസ്റ്റ്യൂമിലൊക്കെ അത് നന്നാവൂന്ന് എനിക്കറിയില്ല. നന്നായിട്ട് അഭിനയിച്ചു സിനിമയിൽ നന്നായിട്ട് ചെയ്തത് നവ്യ നായരാണെന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു ഫണ്ടിന് വേണ്ടി നമ്മൾ വെറുതെ ഒന്ന് പറയുന്നു. അതെ, ഞാൻ എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാണ്. ബാല, എന്താ ബാല എക്സ്പ്രഷൻ ഞാൻ എങ്ങനെ ചെയ്യും? ബാലൻ എന്നാരും വിളിക്കുമ്പോലെ ആക്ഷൻ പറയുമ്പോ വേറെ ഫീൽ വരും അല്ലേ? അതല്ലേ ആക്ഷൻ പറയുമ്പോ വേറെ സാധനം വരുന്നത്. ബാല വാ ബാല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഞാൻ അവിടെ നിന്ന് ഉരുകിയത് ഇപ്പൊ മനസ്സിലായോ?
ശരി, ഇത്ര ഇതൊന്നും വേണ്ട, വെറുതെ മ്യൂസിക് ഇട്ടെന്നാ മതി, ഞാൻ പറഞ്ഞോളാം. മനുവേട്ടാ, ഞാനേ കണ്ടുള്ളൂ. മനുവേട്ടാ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഗുരുവായൂരപ്പൻ ഇതാണ് ഒരു ആക്ട്രസ് എന്ന് പറയുന്നത്. സ്പോട്ടിൽ ഇത്ര നേരം കളിച്ചിരിച്ചിട്ട് പെട്ടെന്ന് ടക്കിനെയാണ് ആ ഒരു ക്യാരക്ടറായിട്ട് മാറിയല്ലേ. ഒരു വലിയൊരു അപ്ലോസ് കൊടുക്കണം പ്ലീസ്. ഇതാണ് നല്ല, അത് മതി, അത്രയും ചെയ്താൽ മതി. ഈ പറഞ്ഞ സാധനമാണ് അസീസ് ചിരിച്ചോണ്ട് പറയാന്ന് പറഞ്ഞത്. അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. സീരിയസ് ആണെന്ന് പറയരുത്. അത് ഇവിടെ അങ്ങനെ ഇവിടെ സീരിയസ് ആയിട്ട് സംസാരിക്കണ്ട. അങ്ങനെ ഇവിടെ ഒരാൾ പെട്ടെന്ന് സീരിയസ് ആയിട്ട് പറയാൻ പറ്റിയല്ല. ഓക്കെ, എന്നാ സീരിയസ് ആയിട്ട് പറയുന്ന രണ്ടുപേര് ഈ ഫ്ലോറിലുണ്ട്. അവര് മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ്. അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കട്ടെ. ഓക്കെ, കുട്ടിയൊന്ന് വരൂ. തങ്കുക്കുട്ടനൊന്ന് വരൂ. പക്ഷെ ഇവിടെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഓക്കെ, അവിടെ ഒരു പൃഥ്വിരാജ് നിന്നിട്ട് ആ പൃഥ്വിരാജിനെ വേണ്ടാതെ വേറൊരു പൃഥ്വിരാജിന്റെ അടുത്തോട്ട്, പൊക്കമുള്ള പൃഥ്വിരാജിന്റെ അടുത്തോട്ട്. എങ്ങനെയുണ്ട്? കിട്ടിയോ? ഇതാ ഇപ്പൊ കണ്ടോ? ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കണം. അല്ല, ഞാൻ ശരിയാണ്. തങ്കച്ചൻ ശരിയാവില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഈ പൊക്ക വ്യത്യാസം കൊണ്ട് ഞാൻ ഇങ്ങനെ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞത്. ഇത്ര തോൽവിയാണ് എനിക്ക് മായാവിയില് സലീമേട്ടൻ പറഞ്ഞ ബാബാലൻ ഓർമ്മ വന്നിട്ട് നിൽക്കും ആ സമയത്ത്. ബാബാല എന്നോട് ബാല നല്ല അഭിനയിക്കേ. എന്താ കണ്ടാ എന്താ ആ മ്യൂസിക്കിലേക്ക് മധുസാറിനെ അനുകരിക്കാൻ പോവാന്നാ ഞാൻ ഓർത്തത്. അല്ല, എന്താ കോമഡി വേണോ സീരിയസ് വേണോ അത് പറ. സീരിയസ് ആയിട്ട് ചെയ്താൽ മതി, അത് കോമഡി ആയിക്കോളും. അല്ല ആ ഡയലോഗിന് പറ്റിയ ഹെയർ സ്റ്റൈൽ അതുകൊണ്ട് പിന്നെ തങ്ങ രണ്ട് തേറ്റ ഞാൻ കണ്ടുള്ളൂ. തങ്കച്ചേട്ടോ നമ്മളായിട്ട് കണ്ടിരിക്കാം പലരും. പേടിക്കരുത്, ഒരു പൃഥ്വിരാജല്ലേ നിന്റെ അടുത്തേക്കരുത്, പേടിക്കരുത് കേട്ടാ. അതെ, ആരിനാടുള്ള ബാലാമണി എല്ലാം ഇവിടെ ആവശ്യം കേട്ടോ. എല്ലാരും കാണാൻ ആരാധകർ. 1 2 3 ആക്ഷൻ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കാർവർണ്ണനെ കാർവർണ്ണനെ മനുട്ടാ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കാർവർണ്ണനെ കാർവർണ്ണനെ. ഡയലോഗ് ഇല്ലാണ്ട് കണ്ട അവിടെ എന്തോ ദിനോസറോ എന്തോ നിൽക്കുവാൻ തോന്നും. ഞാനേ കണ്ടുള്ളൂ. പക്ഷെ എനിക്ക് തങ്കച്ചന്റെ പൃഥ്വിരാജ് നന്നായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്ത് നമുക്ക് അഭിനയിക്കാൻ പാടാ. ഞാൻ എന്നെ നല്ല വെള്ളം കുടിച്ചിരിക്കും. ശരി, ഓക്കെ, ഇനി നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു മനുവേട്ടനെയും അതുപോലെ തന്നെ ഒരു ബാലാമണിയും കണ്ടാലോ? ഓക്കെ, ഹായ് മനുവേട്ടാ, ഹൗ ആർ യു? മനുവേട്ട ഒന്ന് വരുമോ? എനിക്ക് ചിരിച്ചോണ്ട് ചെയ്യുന്ന സാധനം. ഹായ് ബാലക്കുട്ടി, ബാലാമണി ഒന്നും കൂടെ വരൂ. നീ കോസ്റ്റ്യൂമും കൂടെ അല്ലേ, അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് ബാലാമണി. ഒരു ബാലമണിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. ഇതിന് കള്ള ലക്ഷണം. അയ്യോ, മനുവേട്ട സീരിയസ് ആണ് കേട്ടോ. മനുവേട്ടൻ സീരിയസ് ആണ്. കാരണം മനുവേട്ട ഇത്ര നാളും ഇടവേള എടുത്ത് നിൽക്കാരും വിളിച്ചിട്ടില്ല. അപ്പൊ ഇത് സിനിമയിലേക്കുള്ള പൃഥ്വിരാജിനെയാണ് എടുക്കുന്നത്. ഞാനേ കണ്ടുള്ളൂ മനുവേട്ടാ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. രഹസ്യം പറയാൻ ഉറക്കെ പറ. ആരെ കണ്ടത്? നീ ആരെ കണ്ടത്? അതെ, ഇത് ഓഡിബിൾ അല്ല കേട്ടോ, ഒറിജിനൽ ഞാനേ കേട്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ. മാത്രമേ കേട്ടുള്ളൂ, ഞങ്ങൾ ഒന്നും
കേട്ടില്ല. ആരും കേട്ടില്ല. ഒന്നും കൂടെ സീരിയസ്. ഓക്കെ ഹലോ എന്റെ കോൾ ഷീറ്റ് കഴിഞ്ഞു കേട്ടാ, സമയമായി. ഓക്കെ റെഡി 1.5 ലക്ഷം രൂപ ആക്ഷൻ. വാ ലേറ്റ് ആകുന്നു, വാ പോവാം. മനുവേട്ടാ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ മനുവേട്ടാ. ആരാ? ആരെ കണ്ടെന്ന് ചോദിച്ചപ്പോ പറയില്ല. കൃഷ്ണനെ എന്നെ കണ്ടോ? എന്നോട് പറയണ്ട, ഞാൻ ആരെന്ന് 100 വട്ടം ചോദിച്ചു. അങ്ങനെ ഗുരുവായൂരപ്പൻ പറഞ്ഞില്ലേ, പറയൂലേ ഡയലോഗ്. All right. എന്ത് എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് ഗുരുവായൂരപ്പനായിട്ട് ആ എന്ത് ഞാൻ ആരെന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. ഈ ഫ്ലോറിൽ കളിയാണോ സീരിയസ് ആണോ? അപ്പോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് പിഷാരടി ചേട്ടനോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ സ്വന്തം ബാലാമണിയെ വളരെ സ്നേഹത്തോടെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. So once again let's welcome Navi Chechi to Star Magic ഇനി Color Mask. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇവരിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പോവാ. നമുക്ക് കാണാം. രണ്ടുപേരും ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ആദ്യമായിട്ടാണ്. അത് നടുക്ക് ലക്ഷ്മി നിന്നിട്ട് നിങ്ങൾ ആരും എത്തി നോക്കുന്നുമില്ല. കുട്ടിക്ക് പണ്ട് തൊട്ടേ ഒറ്റയ്ക്ക് ഇന്ന് സമൂഹഗാനം പാടിയിട്ടുണ്ട്. നമ്മളന്ന് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി പൈസ ചോദിക്കണ്ട. ശരി, അപ്പോഴേ നമ്മള് ഇവിടെ ദംഷറാട്സ് കളിക്കാൻ പോവാ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ രണ്ടുപേരുമായിട്ട് ഗെയിം കളിക്കാൻ പോവാണ്. ഓക്കെ, അതെ, ഒന്ന് പറഞ്ഞു തരൂ എന്താന്ന്. ഒന്നുമില്ല, ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു പോസ്റ്റർ ആണ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ചേട്ടൻ, അതായത് ഒരു സിനിമയിൽ അഭിനയിച്ച മിടിക്കുകയാണല്ലോ. കമത്തി വെച്ചേക്കുന്ന മലത്തി വെക്കാൻ തിരിച്ചു പോയത്. എന്നിട്ട് വീട്ടിലെ സ്വഭാവം ഏകദേശം പുറത്തു തുടങ്ങി. നമുക്ക് സ്റ്റാർ മാജിക്കിൽ ഇങ്ങനത്തെ ക്യാരക്ടറാണ് നമുക്ക് ആവശ്യം. അതായത് ഇതിൽ ഫുൾ ക്യാരക്ടേഴ്സ് ആണ്, സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ പിഷു എടുത്തോട്ടെ, ചേട്ടൻ എടുത്തിട്ട് അത് നോക്കാണ്ട് ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. പക്ഷെ ചേട്ടൻ കാണരുത്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് വായ തുറക്കാണ്ട് ഫുൾ ആക്ഷൻ ആയിട്ട് ഏത് സിനിമയിലെ ഏത് ക്യാരക്ടറാന്ന് പറയിപ്പിക്കണം. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി നമ്മുടെ സ്റ്റാർ മാജിക്കിൽ മാത്രം കാണാൻ പറ്റുന്ന സെലിബ്രിറ്റി ദംഷറാട്സിലേക്കാണ് നമ്മൾ പോകാൻ പോണേ. So let's move on. ഹായ്, എന്തൊരു സ്ഥലം നമുക്ക് ഇങ്ങനെ കൈയടിക്കാൻ. ഇവരല്ലേ കളിക്കണേ. ഓക്കെ ചേട്ടാ, ആദ്യത്തെ പോസ്റ്റർ നോക്കരുത്, പക്ഷേ ഞങ്ങക്ക് നോക്കാം. ചേട്ടനും മിണ്ടാ. ആണാണ് ഇതിലെ കഥാപാത്രം, പെണ്ണല്ല. അനന്തശയനം, അനന്തൻ. അത് കൊള്ളാം. മോഹൻലാൽ. പടകി കുത്തിയിട്ട് ആ കാട്ടിലോട്ട് സ്ഫടികം, സ്ഫടികത്തിന് ഇങ്ങനെ നോക്കുന്ന സാധനം. ഡയറക്ടർ ഭദ്രൻ, അനന്തഭദ്രം. ഇതുവരെ ഓക്കെ. ഓക്കെ, അനന്തഭദ്രത്തിൽ ഒരു ക്യാരക്ടറാണ് ഇതിനകത്തുള്ളത്. തിരനുരയും അത് മനോജ് കെ ജയന്റെ ദിഗംബരൻ. അടിപൊളി, സൂപ്പർ. പൊളിച്ച്. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ സ്റ്റാൻഡേർഡ് ആയിട്ട്. ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ, അപ്പുറത്ത് നിൽക്കുന്ന ആളിന് ഇത് റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ ഉള്ളത്. പക്ഷെ ഇപ്പൊ പറഞ്ഞ സംഭവമാണ് നമ്മൾ. ഓക്കെ, ഇനി നമുക്കപ്പോ അല്ല, ഇവിടെ എന്നെ ഇത് എടുക്കാൻ സമ്മതിക്കില്ല. നമുക്ക് ഇങ്ങനെ പ്രദർശനം വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിർത്താലോ പറഞ്ഞു. നോക്കരുത്. ഇടോ ഇടോ. ചിരിച്ച് ഇനി കഴിവുള്ള ആളുടെ കഴിവെന്ന് കാണാം. ഒറ്റ അടിക്ക് പറയാം. കുഞ്ഞിക്കുനൻ. ഈസി അല്ലേ ഇത്? ഞാൻ എടുത്തോട്ടോ. അഞ്ചക്ഷരമുണ്ട്. 5 അക്ഷരമാണോ 5 വാക്കാണോ? വാക്ക്, ഒറ്റ വാക്ക്, 5 അക്ഷരം. എന്റെ മുഖത്ത് നോക്കുകയല്ല, പെട്ടെന്ന് പിടിക്കും. മയില്, അരയന്നം, തത്ത, പഞ്ചവർണ്ണ തത്ത. അതൊക്കെ മുട്ട അടിച്ചിട്ടുള്ള ജയറാമേട്ടൻ.
ഇനി അടുത്താള് ഇത് കടുക്കും. രജനീകാന്ത്. ഭാഷ. ഓ ചിട്ടി റോബോ. റോബോ. അത്ര ഈ game വേണ്ട, ഈ game വേണ്ട, ഈ game വേണ്ട. വിഷു എടുത്തോ. Okay, അതിങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് വെച്ചതാണ് ചിട്ടി റോബോ. ഇപ്പൊ ഞാൻ അപ്പൊ ഞങ്ങള് കുറച്ച് മുമ്പ് നവ്യ ഡയലോഗ് പഠിക്കുന്നത് പെട്ടെന്ന് പഠിക്കും. ചിട്ടി റോബോ എന്നൊക്കെ പറഞ്ഞ് വർത്താനം എന്റെ പറഞ്ഞു. ലൊക്കേഷനിൽ കളിയൊക്കെ ഞാൻ എടുത്തു, സമയം കളയണ്ട. Okay. ഇത് പൊളിക്കും. ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? താമര, പുഷ്പം, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. പൂവ്, ചെമ്പരത്തി പൂവ്, കുതിരാട്ടം പാപ്പു, മണിച്ചിട്ടുണ്ടാവും. നിരോധിക്കുക. ഭയങ്കര game. കുതിരാട്ടം പാപ്പു, മണിച്ചിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ ഇടുന്ന് വട്ടമുട്ടയില് വെള്ളം കോരിയിട്ട് Interest ആയി. ആളെ കാണിക്കേ. തമ്പ്രാന്റെ കൈ കൊണ്ട് വരിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്തായാലും നേര് പറഞ്ഞിട്ട് ഞങ്ങൾ മരിച്ചോളാം. ഒരു ആക്ടറിനെയാണോ കാണിച്ചത്? കാലിനെന്ത് പറ്റി? ഇത് വേറെന്തെങ്കിലും പറയാം. എനിക്ക് കോള് കഴിക്കണത് എന്തോ ഒരു സാധനം. ഉണ്ണിയപ്പം. ഉണ്ണിന്നല്ല, അപ്പം. അപ്പം. അപ്പോത്തിക്ക് ഒന്നുകൂടെ ആലോചിക്കൂ. സെയിം റിപ്പീറ്റ്. അയ്യോ, ഇതില് ആക്ടർ ആരാന്ന് പറ. ആക്ടറാണ് ഈ കാണിച്ചതല്ലേ? ഇതുപോലെ നടക്കണ ആളാ? അപ്പോ അതെ. നല്ല ഹൈറ്റ് ഉള്ള ആള്, പൊക്കമില്ലാത്ത ആള്, ഇങ്ങനെ നോക്കുന്നതാ സിനിമ. നിങ്ങള് ഭാര്യന്റെ തുയരില്ല, അതാണ് പ്രശ്നം. ഹൈറ്റ് ഔട്ട് ഓഫ് ഫാഷൻ ആണ് ഇതിങ്ങനെ. സിനിമ. വടക്ക് നോക്കിയ യന്ത്രം. ശ്രീനിവാസൻ അങ്കിള്. ശ്രീനിവാസൻ അങ്കിള്. അപ്പോ അയ്യോ, ആ പേര് പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ല. അപ്പക്കാളാന്ന് പറഞ്ഞു. അപ്പക്കാളയോ? ഓ, തേന്മാവൻ കൊമ്പത്ത്. പിന്നെ തേന്മാവൻ കൊമ്പത്ത് കാണിച്ചാ പോരെ മനുഷ്യ. തേന്മാവൻ കൊമ്പത്ത് നിന്ന് പിടിച്ച അതിനകത്തുള്ള 15 20 ക്യാരക്ടേഴ്സിൽ ആരെ പറയും? വില്ലൻ. വില്ലൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഹിന്ദി നടന്റെ പേര് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? Okay, അടുത്തത്. Yes. ആരടാ ഇത്? കുതിര, വാൾപ്പയറ്റ് പടം, രാജാവിന്റെ മകൻ, മമ്മൂട്ടി രാജാവായ പടം, മമ്മൂട്ടി വടക്കംവീര കഥ, ചന്തു, പഴശ്ശിരാജ. പഴശ്ശിരാജ. പക്ഷെ ഇങ്ങനെ പറയാൻ പാടില്ല, കുറെ ഓപ്ഷൻസ് പറഞ്ഞു. അപ്പൊ നമുക്കൊരു പോയിന്റ് ഇങ്ങോട്ട് കൊടുക്കാം. ഇങ്ങനെ കഷ്ടമിതം കളിക്കാൻ പാടില്ല. അല്ലേ ഏതെങ്കിലും പറയണ്ടേ? ഈ സ്റ്റാർ മാജിക്കിൽ ടീം മെമ്പേഴ്സ് കളിക്കണം. ഇല്ല, പ്രശ്നമില്ലേ? ഇതിന്റെ പേരിൽ എന്റെ ഓസ്കാർ പോകുന്നെങ്കിൽ പോട്ടെ. ചേച്ചി, സ്ത്രീയാണോ പുരുഷനാണോ? മമ്മൂക്ക. ഒന്നും കൂടെ കാണിക്കോ? ഇപ്പൊ മൃഗയ. ഒന്നുകൂടെ കാണിച്ചിട്ട് പറഞ്ഞാ പോരെ. അല്ലല്ല, പേര് പറഞ്ഞില്ല. മൃഗയ. മൃഗയില് ആരാണ്? അതില് പേര് എനിക്കറിയില്ലടോ. ക്യാരക്ടറിന്റെ പേര് പാറുണ്ണിയോ? ഓക്കെ, ശരി. ഇനി My biological name is Michael Elias Jackson Elias Vikram Elias. സിമ്പിൾ. നവ്യ നായര്. സൂപ്പർ ക്ലൂ. ഡാൻസ് മാസ്റ്റർ വിക്രം. അടിപൊളി. നമ്മുടെ പരിപാടി വിളിക്കാൻ വേണ്ടി വന്നേക്കാന്നാണ് പറയുന്നത്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് കണ്ടാരത് മനസ്സിലായില്ല. ഞാൻ തന്നെയാണിത്. ഞാനാണോ? നന്ദനം. ശരി, ഓക്കെ ചേട്ടാ. അമ്മ ഇത് പൊളിഞ്ഞതാ. ആദ്യമായിട്ട് ഇവിടെ ഈ ഒരു ഗെയിം പൊളിയണേ. ഇത് പൊളിക്കും. ഒറ്റ വാക്ക്. ആ മുഖം ഞങ്ങക്ക് കാണും. അതെ, ഇപ്പോഴാണ് ഒന്ന് സമാധാനായത്. ദിലീപേട്ടൻ. പച്ചക്കുതിര.
അടിപൊളി. Super. ഇവിടെ ലോക്ക്ഡൌൺ സമയത്ത് ഇതായിരുന്നല്ലേ പണി. ഓക്കെ നവി ചേച്ചി ലാസ്റ്റ് വൺ. ഹായ് ഫ്രണ്ട്സ്. ഈ ക്യാരക്ടറുടെ പേര് എനിക്ക് അറിയാൻ പാടില്ല. ചോദിക്കാം ഇവിടെ ചോദിച്ചാ പറഞ്ഞുതരും ക്യാരക്ടറിന്റെ അക്ഷരം ആരാന്ന് പറഞ്ഞാ മതി. ആളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ക്യാരക്ടർ നവ്യം പറയത്തില്ല. അല്ല ഇയാളെ അറിയാമോ? പറയാൻ പോലും പറ്റാത്ത ആക്ടറാണോ? തമ്പുരാനെ. വിഷുവിന്റെ സിനിമയാണ്. വിഷുവിന്റെ കുഞ്ഞിലത്തെ സിനിമ. വിഷുവിന്റെ കുട്ടി. കറക്റ്റ്. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. വിഷു പിച്ചതിന്റെയാ. പിച്ചക്കാരുടെ സിനിമയാണ്. ഇതെന്താണെന്നോ? ഭക്ഷണം, വെള്ളം, തീർത്ഥം, പുണ്യാഹം. പോയി പണിയൊക്കെ മനുഷ്യ. അതെന്താ വേറെ നിങ്ങൾ പറ. അയ്യോ തെണ്ടി നടക്കുക. ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം. എന്റെ അടുത്ത് നിൽക്കണ ഭാര്യ, സ്ത്രീ. അടുത്ത് നിൽക്കുന്ന വേറെ പല പല പേരുകള്, സ്ത്രീകൾ. ട്രാഫിക് പോലീസിനെ പോലെ അറിയണുണ്ടാ ഇങ്ങനെ. അമ്മേ ഭിക്ഷ ചോദിച്ചു നടക്കണ ഭിക്ഷാടനം. ഇതിന്റെ വേറൊരു പേര്, ഭിക്ഷാടനത്തിന്റെ വേറൊരു പേര് പര്യായം. പര്യായക്ക് ക്ലാസ്സിൽ പോയിരുന്നെങ്കിൽ അറിയായിരുന്നു. വേറെ ക്ലൂ ഒന്നുമില്ല. നാളെ വാ. അതാണ് ആ സിനിമയുടെ പേര്. ആ ആളിന്റെ പേര്. നാണയം, പൈസ. നാണയമല്ല, നാണമില്ലാത്തവൻ. മറ്റേ പക്രു ചേട്ടൻ. പക്രു ചേട്ടനെ കണ്ട് കുറച്ചുകൂടെ വലുതാ. ഓ ധർമ്മജൻ. ഞാനേ ഈ ലോകത്തുള്ള എല്ലാം പറഞ്ഞു. ഇവൻ വന്നപ്പോ ഞാൻ തോറ്റുപോയി. അതാ ഇവനെ കൊണ്ടുള്ള കുഴപ്പം. എന്റെ കൂടെ എല്ലായിടത്തും നടക്കുന്നവൻ ധർമ്മജൻ. എന്താ സംഭവം? ഇവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ കൈഡി കൊടുക്കണം. കാരണം ഇതിനു മുമ്പ് ഇത്രയും അടിപൊളിയായിട്ട് ആരും പെർഫോം ചെയ്തിട്ടില്ല. ഈക്വലി ബ്രില്യന്റ് ആയിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ചേച്ചി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ക്ലൂസ് ഒരു വലിയ കൈഡി എടുത്തോണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇവർ രണ്ടുപേരെയും വെൽക്കം ചെയ്യാണ്. ലക്ഷ്മി വലിയ കൈഡി വന്നപ്പോ മോൾ അടിച്ചിരിക്കാതിരുന്നു. ഞാൻ ചോദിച്ചപ്പോ എന്തെന്ന് ചോദിച്ചപ്പോ എന്റെ കൊച്ചു കയ്യല്ലേ. പറഞ്ഞു സത്യം. സ്റ്റാർ മാജിക്കിൽ വന്നതിന്റെ ഗുണമുണ്ട് കുട്ടിക്ക്. ഗുണം കണ്ടു തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ പിഷുവിനെയും നവ്യശേഷിയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ടു ദ ഹോട്ട് സീറ്റ് ഓഫ് സ്റ്റാർ. ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്കായി ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായിട്ടുള്ള മൈജി ഒരുക്കിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഓഫറാണ് നിങ്ങളിലേക്ക് ഇനി പറയാനുള്ളത്. www.myg.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഏറ്റവും മികച്ച ഗാഡ്ജറ്റുകൾ ഏറ്റവും മികച്ച പ്രൈസിൽ, ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതായത് പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺസ്, അതുപോലെ തന്നെ ലാപ്ടോപ്സ്, ടെലിവിഷൻ, AC, ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. ഗാഡ്ജറ്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് മൈജി എക്സ്പ്രസ് ഹോം ഡെലിവറി ത്രൂ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അത് മാത്രമല്ല അത്യാധുനിക സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മൈജി കെയർ പദ്ധതി, അതുപോലെ തന്നെ G.Dot പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സ്കീം എന്നീ സൗകര്യങ്ങളും മൈജി ഒരുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മൈജി ഷോറൂമുകളിലും ഈ ഓഫേഴ്സ് അതുപോലെ തന്നെ ഈ സേവനങ്ങൾ ലഭ്യമാണ്. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. അപ്പൊ ഇതിലും നവ്യശേഷി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് കൊണ്ട് ഒരുപാട് നമ്മളെ ഞെട്ടിച്ചു അല്ലേ. സോ തിരിച്ച് നമ്മുടെ വക ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഇവിടുത്തെ ഒരാളെ ഞങ്ങൾ ഒന്ന് ബാലാമണിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം. ഓക്കെ, ഒരു ചെറിയൊരു നന്ദനത്തിലെ ചെറിയൊരു പോർഷൻ, ആ മൗലിയിൽ നിന്നുള്ള ഒരു സോങ് ഇല്ലേ, അതിൽ നമ്മുടെ ചൈതന്യ കുട്ടിയുടെ ഒരു കുഞ്ഞി വേർഷൻ ആണ് ഇനി ചേച്ചിക്കായിട്ട് നമ്മുടെ ഒരു സമ്മാനം. ശരിക്കും ആ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന മെമ്മറീസ് എന്തൊക്കെയാ? ആദ്യത്തെ ഷോട്ട് ഞാൻ അഭിനയിക്കുന്നത് ആ സിനിമയിലെ ഈ മൗലിയിൽ നിന്നുള്ള പാട്ടിന്റെ ആ വിളക്ക് കത്തിക്കുന്ന ഷോട്ടാണ്. ആ സിനിമയിൽ ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്ന. ഈ തീപ്പെട്ടി ഉറച്ച് കത്തിക്കുമ്പോൾ നമ്മൾ ദിവസം വിളക്ക് കത്തിക്കുമ്പോഴും വൈകുന്നേരം ഇതിങ്ങനെ കത്തിക്കുമ്പോൾ ഒരു മണം വരും. ആ മണം എനിക്കൊരു എന്തോ ഒരു പ്രശ്നമാണ്. അത് അടിച്ച് ഞാൻ തുമ്മുന്ന പോലെയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കും. കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ
പിടിച്ചിട്ടേ കത്തിക്കുള്ളൂ. അപ്പൊ മൗലിയിൽ മയിൽപീരിയുടെ ഷോട്ടാണ് ഫസ്റ്റ് ഇങ്ങനെ കത്തിക്കണം ചിരിച്ചോണ്ട്. 10-20 ടേക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ തീപ്പെട്ടി ഒരച്ച് വിളക്കൊന്ന് കത്തിക്കണം ശരിയായ. അപ്പൊ പിന്നെ എല്ലാരും കൂടി ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു അത്ര, ഇതിനെ വെച്ച് എങ്ങനെ ഈ സിനിമ അവസാനിപ്പിക്കും. വിളക്ക് കത്തിക്കുന്ന ഷോട്ട് 20-25 ടേക്ക് എടുത്തു. ഇനി ഡയലോഗുള്ള ഷോട്ടൊക്കെ എത്ര ടേക്ക് എടുക്കും എന്നുള്ളത് വിചാരിച്ചിട്ട് അപ്പൊ അത് കഴിഞ്ഞെടുത്ത ഷോട്ടാണ്. മായന്നൂരിൽ തന്നെ കൂട്ടിക്കൊണ്ടുവരുമ്പോ എന്തൊക്കെ വിടല കേശവൻ നായർ എന്ന് പറഞ്ഞാൽ കൊശവൻ നായർ വിട്ടത് അതെന്തായാലും ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയതുകൊണ്ട് എന്റെ ലോട്ടറി ടിക്കറ്റ് അവിടുന്നാണ്. അപ്പൊ ഇതെല്ലാം ആ മെമ്മറീസ് ഒക്കെ നന്ദനത്തിന്റെ ആ ഒരു മെമ്മറീസ് ഒക്കെ ഒന്ന് ചെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ വക, നമ്മുടെ ചൈതന്യക്കുട്ടിയുടെ വക ചെറിയൊരു ടോക്കൺ ഓഫ് നവിച്ചേച്ചി. ഈ ചൈതന്യെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ സ്കെഡ്യൂളിൽ, അതായത് 2 ദിവസമായിട്ടുള്ള നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ സ്റ്റാർ മാജിക് കാണുന്ന ഒരു ഫാൻ ആയിരുന്നു. നമ്മുടെ ഫ്ലവേഴ്സിലേക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ സ്റ്റാർ മാജിക്കിലേക്ക് എത്തിയതാണ്. ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അയ്യോ നവി ചേച്ചിയുടെ മുന്നിലൊക്കെ കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊരു വലിയ ഭാഗ്യല്ലേ. അതും ഭാഗ്യാണ്. ഡാൻസ് പഠിക്കണ ഉണ്ടല്ലേ? ഡാൻസ് പഠിക്കുന്നുണ്ട്. ആരാ പഠിപ്പിക്കണേ? കൊല്ലം ലാൽകുമാർ സാർ. ആരാ കൊറിയോഗ്രഫി ചെയ്ത മാഷെന്നെ പറഞ്ഞെന്നാണോ? ഞാൻ ചെയ്ത കൊറിയോഗ്രഫിയാണ്. സ്വന്തം കൊറിയോഗ്രഫി. അവിടെ ഇരുന്നിട്ടേ ഇങ്ങനെ കാണിക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണല്ലോ. ഞാൻ എവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെ വേണ്ട വിട്ടര്. കേട്ടുള്ളൂ. ഖത്തറിലൊരു പരിപാടിക്ക് പോയേക്കുവാ. അപ്പൊ താര കല്യാണിന്റെ ഡാൻസ് ആണ്. താര ചേച്ചി തന്നെ താര ചേച്ചി മോളുവാന്ന് തോന്നുന്നു. രണ്ടുപേരും കൂടെ ഡാൻസ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടിലൊരു വലിയ സെറ്റിൽ ഒരു അറബീനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടുണ്ട് നമ്മളിപ്പോ ഇരിക്കുന്ന പോലെ. പുള്ളി ക്ലാസിക്കൽ ഡാൻസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയിട്ട് പുള്ളി ഇത് കണ്ടിട്ടേ ഇല്ല. പുള്ളി ഇത് ആദ്യമായിട്ട് കാണുക ഈ വേഷം കളിയൊക്കെ. പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുമ്പം ഇങ്ങനെ തായേ യശോദ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര വെണ്ണയൊക്കെ കടഞ്ഞിട്ട് താര ചേച്ചി ഇങ്ങനെ വെണ്ണ ഫ്രണ്ടിട്ട് വെച്ചപ്പോ അറബി ഫ്രണ്ട് ചെയ്തിട്ട് പുള്ളിക്ക് വെണ്ണ വേണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചൈതന്യ നന്നായിട്ട് ഡാൻസ് ചെയ്തു. എത്ര വർഷമായി ഡാൻസ് ചെയ്യണോ? ഞാൻ കൊച്ചുനാളി തൊട്ട് പഠിക്കുന്നു. 16 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അയ്യോ 1 വയസ്സ് കൂടുതലാണ്. 17 വയസ്സായി. ഞാൻ ലക്ഷ്മി പറഞ്ഞ ആ പ്രായത്തിലാണ് ഞാൻ ഇത് ശരിക്കും അഭിനയിച്ചത്. ശരിയാണ് അല്ലേ? ഞാനും ആ പ്രായത്തിലാണ് ആ സിനിമ കണ്ടത്. അയ്യോ അമ്മേ, ആ മൺചിരാതിലെ ചൂടുള്ള എണ്ണ ഇവന്റെ മൂക്കിലൊഴിക്കട്ടെ. ഈ ചൂടുള്ള എണ്ണ ഇങ്ങനെ മൂക്കിലൊഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴാ കോവിഡ് ടെസ്റ്റുകൾ കുറച്ചധികം ചെയ്തു കേട്ടല്ലോ. ഒരു അറ്റസ്റ്റ് വെച്ച് കോവിഡ് ടെസ്റ്റ് ചെയ്ത് ഞാനൊന്ന് ബഹറിനിൽ പോയിരുന്നു ഈ അടുത്തിടയ്ക്ക്. കൊറോണയുടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി കഴിയുമ്പോൾ അവിടെ നിന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യണം. തിരിച്ച് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തിട്ട് വേണം കേരളത്തിലേക്ക് വരാൻ. അത് കഴിഞ്ഞ് ഇവിടെ വന്നാൽ ഇവിടെ ഒരു കോവിഡ് ടെസ്റ്റ് ഉണ്ട്. ഇവിടൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ നവ്യ നായരാണെന്നുള്ള ഒരു പരിഗണനയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യട്ടെ മാഡം എന്നൊക്കെ ചോദിച്ചിട്ട് സ്നേഹത്തോടെയൊക്കെ ആണല്ലോ ഇങ്ങനെ ചെയ്യാൻ വരുന്നത്. അവിടെ ഏതോ ഒരു നാഷണാലിറ്റി ഒരുത്തനാണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ വന്നത്. ഈ ക്ലോസറ്റില് ബ്രഷ് ഇട്ട് കഴുകില്ലേ, അമ്മായി ഒരു കറക്കെന്റെ മൂക്കിലിട്ടിട്ട് ഇയാൾ ഈ സാധനല്ലേ. കുറച്ചു നേരത്തേക്ക് എനിക്ക് കണ്ണീന്ന് വെള്ളം വന്നു മാത്രല്ലേ ഒരു ചുറ്റിനുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. അവൻ തലയോട്ടിലെ രക്തമാ പരിശോധിച്ചത് കൂടെ ഇട്ടിട്ട്. അതിനുശേഷം പിന്നെ നാട്ടിൽ വന്നിട്ട് ഈ ഒരുത്തിയുടെ ലൊക്കേഷനിൽ ഭയങ്കര സ്കൂട്ടർ ഓടിക്കലായിരുന്നു കേട്ടല്ലോ. ഒരുത്തിയിലെ ക്യാരക്ടർ ഫുൾ ടൈം ഇങ്ങനെ എല്ലാ സാധാരണ വീട്ടമ്മമാരെ പോലെ ഇങ്ങനെ സ്കൂട്ടറിൽ പോകുന്നതാണ്. അപ്പൊ ഇതിലൊരു ചേസ് ഉണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഈ സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു. അപ്പൊ പഠിക്കുമ്പോ വെച്ചാൽ നല്ല റോഡിലാണല്ലോ നമ്മൾ ഓടിച്ചു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ടുവന്ന് ഷൂട്ടിങ്ങിന് നിർത്തിയിരിക്കണ ഈ MG റോഡിന്റെ നടുക്കാണ്. ശരി, ഓക്കെ, അത് MG റോഡ്. പക്ഷെ മണിയുടെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ എന്തൊരു വിശാലാണ് നമ്മുടെ 12 KV സ്റ്റാർ അല്ലേ. ഞങ്ങൾ നല്ലൊരു വണ്ടി തരട്ടെ, വിഷുവിന്റെ ഒരു ലിഫ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഒന്നും ഞാൻ വേണോ? അതെ വേണം. ഞാൻ റിസ്ക് എടുക്കണോ? ചേട്ടാ, ജീവിതത്തിൽ റിസ്ക് എടുക്കാണ്ട് നമ്മൾ ആരും മുന്നേറില്ലെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഒരുപാട് മുന്നേറാൻ കൊതിയില്ല. അപ്പൊ നമ്മുടെ സ്കൂട്ടർ പോരട്ടെ. ഇതാണ് സ്റ്റാർ മാജിക്കിന്റെ പവർ എന്ന് പറയണേ. ഞാൻ ഇവിടുന്ന് പുറത്തേക്കാണോ പോണ്ടേ? ആസിയർ വിഷ് പുറത്തേക്ക് എടുത്താ വിളിക്കണു. ഓക്കെ, പോരട്ടെ. ഓടിക്കാൻ ഇത്രയും പേടിയുള്ള ആള് പക്ഷെ നല്ല രീതിയിൽ ഓടിച്ചു. അത് നന്നായിട്ട് ഓടിച്ചില്ല. അത് മ്യൂസിക് ഒക്കെ ഇട്ട് അവര് ധൂമിന്റെ മ്യൂസിക് ഒക്കെ ഇട്ട് തരും.
അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു അല്ലേ? ഏതായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. And now we are saying bye from Berger Paints by the Court Long Lifestyle Magic powered by Eastern, ChavraMatrimony.com, Scott Floor Cleaner, Sheen Lac Water Based Wood Polish, KSFE, and our online education partner Xylem MBBS Mobile Entrance App, and our special partner Chris Pello. Good night.